അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിരുന്നു. അതിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വിശേഷണങ്ങളും മറ്റേതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശാരീരിക പ്രകൃതം, അത് സ്റ്റാൻലി ലെയ്ൻ പൂൾ, യൂറോപ്യൻ ബ്രിട്ടീഷ് ചിന്തകനായ ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ സ്റ്റാൻലി ലെയ്ൻ പൂൾ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതിയെ തൻ്റെ സ്പീച്ചസ് ആൻഡ് ടേബിൾ ടോക്ക് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിൽ പറയാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വിശേഷണങ്ങളാണ്. പ്രവാചകൻ്റെ ജീവിതം നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ്റെ ജീവിതം ലോകത്താകമാനം മാതൃകയായിട്ടാണല്ലോ ലോകം ഇന്നും നോക്കി കാണുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കർമ്മമാണ്. റസൂലിനെ സ്നേഹിക്കുന്നവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ്, അതുപോലെ മുത്തുനബിയുടെ ചാരത്തേക്ക് നമ്മെ എത്തിക്കും എന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചവർ അവിടുത്തെ റസൂലിനെ ഒരിക്കലും വാഴ്ത്താതിരിക്കില്ല. ഒരുപാട് പ്രവാചകന്മാരെ ലോകത്തേക്ക് ലോകരക്ഷിതാവ് ഇറക്കിയിട്ടുണ്ട്. അതിൽ 313 പ്രവാചകന്മാർ ലോകത്ത് പല സ്ഥലങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും പ്രബോധനത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. ഇവരിൽ 5 പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി, ദാവൂദ് നബി, 5-മത്തെ മുഹമ്മദ് നബി. ഇവരിലെല്ലാവരേക്കാളും മുകളിൽ ഏറ്റവും ആദ്യം എത്തി നിൽക്കുന്നത് പ്രോഫറ്റ് മുഹമ്മദാണ്. ഇപ്പം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ലോകത്തിന് ഏറ്റവും അനുഗ്രഹീതനായിട്ടാണ് ലോകരക്ഷിതാവ് അദ്ദേഹത്തെ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ഒരുപാട് അനാഥത്വത്തിൻ്റെ വേദനകൾ അനുഭവിച്ച മനുഷ്യനാണ് പ്രവാചകൻ. തൻ്റെ ഉപ്പയുടെ ഖബറാണ് റസൂല് ജനിച്ചതിന് ശേഷം കാണുന്നത്. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ റസൂലിനെ ഉമ്മയ്ക്ക് വയറ്റിലുള്ള സമയത്താണ് പ്രവാചകൻ്റെ ഉപ്പ മരണപ്പെട്ടത്. ഉമ്മയാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ 6-ാം വയസ്സിൽ മരണമടഞ്ഞു. അങ്ങനെ അനാഥത്വത്തിൻ്റെ എല്ലാ വേദനകളും അനുഭവിച്ച മനുഷ്യനാണ് പ്രവാചകൻ. ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്നതാണെങ്കിൽ ലോകത്തിന് മുഴുവൻ അനുഗ്രഹീതനായിരുന്നു റസൂല്. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് അധിക അനുഗ്രഹങ്ങളൊന്നും റസൂലിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം രാജാവായി അധിപനായി കഴിയേണ്ടി വന്നിട്ട് പോലും അദ്ദേഹം തൻ്റെ സിംപ്ലിസിറ്റിയും ഡൗൺ ടു എർത്ത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി. അദ്ദേഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്കുള്ള ഒരു നോട്ടം എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടം തന്നെ എപ്പോഴും ഭൂമിയിലേക്കാണ്. ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ കണ്ണ് എപ്പോഴും താഴ്ത്തിക്കൊണ്ടാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റാൽ പോലും അദ്ദേഹം അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എന്താണ്, ഈ കണ്ണ് താഴ്ത്തിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ അദ്ദേഹം എണീറ്റാൽ ആകാശത്തേക്ക് നോക്കി അദ്ദേഹം ചിന്തിക്കും ഒരുപാട്. എങ്കിലും അധിക സമയവും റസൂലിൻ്റെ നോട്ടം എപ്പോഴും ഭൂമിയിലേക്കാണ്. കണ്ണ് താഴ്ത്തുക എന്നത് മഹത്വത്തിൻ്റെ ചിഹ്നമാണല്ലോ. ആരെയും തുറിച്ച് കണ്ണിലേക്ക് നോക്കുകയില്ല അദ്ദേഹം. കൂടുതൽ സമയവും ദൈവത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അദ്ദേഹത്തിന്. വേണ്ടാത്ത സംസാരങ്ങളോ സംഭാഷണത്തിലോ ഒന്നും ഏർപ്പെടാറില്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരുപാട് നല്ല സ്വഭാവ വിശേഷണങ്ങളോട് കൂടിയ ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു നാമം എന്ന് തന്നെ പറയാം. അൽ അമീൻ എന്നാണ്. സത്യസന്ധത എന്ന് പറഞ്ഞാൽ അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ എതിർത്തവർ പോലും
തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ റസൂലിനെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരുന്നത്. ആ ഒരു സത്യസന്ധത അദ്ദേഹം ലോകത്തിന് പഠിപ്പിക്കുകയും ചെയ്തു. വിശ്വസ്തത, ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ റസൂൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, നിർവഹിക്കുമായിരുന്നു. ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലോ ഏതൊരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സന്ദേശങ്ങൾ കൈമാറുന്നതിലൊക്കെ മികച്ച ബുദ്ധിശക്തി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരുണ്യം, കരുണ, ദയ, ധാർമ്മികത, ആത്മീയത, ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ ബോധവും റസൂലിൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാമായിരുന്നു, പ്രകടമായിരുന്നു. മനുഷ്യകുലത്തോട്, പ്രത്യേകിച്ച് ദുർബലരോടും അശരണരോടും പാവപ്പെട്ടവരോടും അങ്ങേയറ്റം കരുണയും ദയയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്നു. ഈ ഗുണങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഒരു മാതൃകാ പുരുഷനാക്കി അദ്ദേഹത്തെ മാറ്റി. ഉദാത്തമായ ഉത്തമമായ മാതൃക. ഖുർആൻ പ്രവാചകനെ ഉത്തമമായ മാതൃക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലജ്ജയും വിനയവും, ഞാൻ നേരത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറഞ്ഞിരിക്കുന്ന കന്യകകളേക്കാൾ ലജ്ജാലുവായിരുന്നു പ്രവാചകൻ എന്നാണ്. ആരോടും അന്യായമായി പെരുമാറുകയോ മോശമായി സംസാരിച്ചതിന് പ്രതികാര നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. ഉദാത്തമായ ചിന്താരീതിയും തികഞ്ഞ ബുദ്ധിശാലിയുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ലൈഫാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്ഷണ രീതിയിലും തൻ്റെ വസ്ത്രങ്ങൾ പോലും, രാജാവായിരുന്നിട്ട് പോലും തൻ്റെ വസ്ത്രങ്ങൾ തുന്നിയും തൻ്റെ വസ്ത്രങ്ങൾ അലക്കിയും അദ്ദേഹം തന്നെ സ്വയം അലക്കിയും അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കാരുണ്യം, കരുണ പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ തീരില്ല. അദ്ദേഹത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹു ലോകരക്ഷിതാവ് ഈ ലോകത്തേക്ക് നൽകാൻ വേണ്ടി റസൂലിനെയാണ് ഏൽപ്പിച്ചത്. നാം കാണുന്ന എല്ലാ ജനങ്ങളിലും കാണുന്ന കരുണ, ആ കരുണയുടെ കടൽ, എല്ലാ കരുണയും നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ എത്രത്തോളം കാരുണ്യമുണ്ടാകുമോ അതിലേക്കാളേറെ കാരുണ്യം റസൂലുള്ളാഹിയുടെ മനസ്സിലുണ്ടായിരുന്നു. സൗമ്യനായിരുന്നു, ലാളിത്യ ഹൃദയനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വിശേഷണങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ പ്രവൃത്തികളൊക്കെ നല്ല കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ.